ഓക്കെ. നോക്കിയാ നമ്മളെ പോലത്തെ ലുക്കില്ല, അവൻ ആ ബനിയന്റെ കളർ മാത്രമേ ഉള്ളൂ കേട്ടാ. സ്കില്ലുണ്ടാക്കിയോണ്ടാവണല്ലേ. അവൻ ജനിച്ചപ്പോ തന്നെ ഇങ്ങനെ പെണ്ണുങ്ങളെ സെറ്റാക്കാൻ സ്കില്ലാറ്റണ്ട. ഒരു പണി ചെയ്താലോ, നമുക്കൊന്ന് ചെന്ന് പരിചയപ്പെട്ടാലോ. എന്താ പരിപാടി എന്ന് ചോദിക്കാം. ഇന്നലെ അവൻ ആ ബ്രോഡ്വേയിൽ നിന്നിട്ട് ഒരു അടിപൊളി സാധനത്തിന് വളക്കുണ്ടായടാ. പിന്നെ എന്തെല്ലാം പോസിൽ നിർത്തിയ ഫോട്ടോ എടുക്കണം. നിങ്ങൾ ഇന്നലെ ബ്രോഡ്വേ പോയി? ഒന്ന് ചെന്നിട്ടേ ഒന്ന് പരിചയപ്പെടാം, ഒരു ഫോട്ടോ എടുക്കാന്നൊക്കെ. മാഡത്തിന് എത്ര പ്രായമുണ്ട്? 40 ഒന്നും ആരും പറയില്ല മാഡം. ഈ ഫോട്ടോ ഫോട്ടോസ് ഇത്രയും ഭംഗിയാവാറില്ല. അതെ, ഞാൻ ഇത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. മാഡത്തിന് ഈ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ എന്റെ നമ്പർ നോട്ട് ചെയ്തോ. എന്റെ വാട്സ്ആപ്പ് നമ്പർ തരാം, ഞാൻ എനിക്ക് അയച്ചു തരും. മാഡത്തിന്റെ പേരെന്താ? ജമ. ഓക്കെ മാഡം. ഞാൻ നൂലാക്കാൻ നോക്കിയിട്ട് തല വെട്ടിച്ചു പോയവളാണ്. ഇപ്പൊ കൊഞ്ചിക്കൊഴണ്ടില്ല ചോദിക്കാം. ബോസേ, ഹലോ, നമസ്കാരം. എന്റെ ഒരു പാരി, ഞാൻ ആരോമൽ. എന്ത് പരിപാടി? ഞാൻ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറാണ്. സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറാണ് എന്ന് വെച്ചാ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ. സ്ട്രീറ്റിലൂടെ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യും. എനിക്ക് മനസ്സിൽ ഇഷ്ടം തോന്നുന്ന എല്ലാ സാധനങ്ങളും ഞാൻ ഇതിനകത്ത് പകർത്തും. അത് മനുഷ്യരാവാം, മൃഗങ്ങളാവാം, പക്ഷികളാവാം, ബട്ടർഫ്ലൈസ് ആവാം. നമുക്ക് എന്ത് ഇഷ്ടം തോന്നിയാലും ഫോട്ടോ എടുക്കാം. മാഡത്തിന്റെ ഫോട്ടോ എടുത്തു ഞാൻ അവര് വിട്ടുള്ളൂ. അവരോട് ചോദിക്കണോ? അത് പെർമിഷൻ ചോദിക്കും. അവര് ബില്ലിംഗ് ആണെങ്കിൽ എടുക്കും. ഇപ്പൊ നമ്പറൊക്കെ തരണണ്ടായല്ലോ. അവർക്ക് നമ്പർ, അവർക്ക് ഫോട്ടോ ഇഷ്ടപ്പെടുമെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കണല്ലോ. വാട്സാപ്പിൽ മെസ്സേജ് ഒക്കെ. പിന്നെ ഞാൻ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. അപ്പൊ ഞാൻ അതിട്ട് പലയിടത്തും കണ്ടിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങളെ ഫോട്ടോ എടുക്കണം അല്ലേ? ഞാൻ എപ്പോഴും ഈ ഗാർഡനിൽ ഞാൻ എപ്പോഴും വരും. ഇത് പുതിയ ടെക്നിക്കാണ്. പുതിയ ടെക്നിക്കല്ല, ഇപ്പൊ ഒരുപാട് പേര് ചെയ്യുന്നത്. എനിക്കിത് പാഷനാണ്. നമുക്ക് ഇഷ്ടം കാണുന്നത് ഫോട്ടോ എടുക്കാം അല്ലേ? അതെടുത്ത് ഇൻസ്റ്റയിലൊക്കെ, ഇൻസ്റ്റന്നൊക്കെ നല്ല വരുമാനമാണേ. ഇത് എത്ര രൂപ? അങ്ങനെ പിടിക്കരുത്. ഇതിനൊരു 2.5 വരും. 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപ. പക്ഷെ ഫോണിൽ എടുക്കാല്ല. ഫോണിൽ എടുക്കാം, പക്ഷെ ഇത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല. തുടക്കത്തിൽ ആ ക്ലാരിറ്റി മതി. അതെ, ഞാനൊരു സ്വകാര്യമായിട്ട് കാര്യം കിട്ടെ. അതെ, നമ്മൾ ഈ തെണ്ടിത്തിന് നടന്നിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവരല്ലേ ഈ ഫോട്ടോ എടുക്കണം, അവരുടെ അനുമതി ചോദിച്ചിട്ട്. അപ്പൊ അവര് നമ്പർ തരുമ്പോ നമ്മൾ ഫോട്ടോ അയച്ചു കൊടുക്കുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു പെട്ടെന്ന് സെറ്റ് ആവുമോ? എന്തെങ്കിലും ഉദ്ദേശിച്ചത് നൂലാക്കാൻ പറ്റുമെന്ന് അവര് സൗഹൃദം. ഞാൻ മാന്യ മര്യാദയായിട്ട് ഫോട്ടോ എടുക്കുന്ന ഒരു ഫോട്ടോഗ്രാഫറാ, അല്ലാതെ എനിക്ക് വേറെ ദുരുദ്ദേശങ്ങളൊന്നും ഇല്ല അതിനകത്ത്. ഇല്ലില്ല, അത് സാറിനെ കണ്ടറിയാം. ഞങ്ങളും തറവാടികളാണ്. അത് നിങ്ങളെ ചോദ്യത്തിന് എനിക്ക് മനസ്സിലായി. വെറുതെ നമ്പർ അടിക്കണം, നമുക്കറിയാം സെറ്റ് ആവേണ്ടെന്ന്. എന്ത് സെറ്റ് ആവേണ്ടെന്ന്? അല്ല, ഇതൊക്കെ സെറ്റ് മാന്യമായിട്ട് സംസാരിക്കണം. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞേ, ഞാൻ വളരെ പാഷൻ കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണത്. ഞങ്ങളും പാഷനാണ്. നിങ്ങൾ ചെയ്തോളൂ, കുഴപ്പമില്ലല്ലോ. ഫോട്ടോ ക്യാമറ ഉണ്ടെങ്കിൽ. ഓക്കെ, ബൈ. കാര്യം മനസ്സിലാനൊക്കെ ഇല്ല. എടാ, നാളെ തൊട്ട് നമ്മളും സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിയാണ്. എടാ, ഇഷ്ടമുള്ളവരെ ചെന്ന് അനുവാദം മേടിച്ച് ഫോട്ടോ എടുത്തിട്ട് നമ്പർ മേടിച്ചൂടെ? അത് മേടിക്കാം, പക്ഷെ മറ്റേ ഇത് വേണ്ടേ ക്യാമറ? എന്തിന്, തൽക്കാലം ഫോണിൽ തുടങ്ങാം. അത് മതിയോ? ഇവിടെ ഏതും നല്ലൊരു വെടിപ്പുള്ള സാധനത്തിനെ വിളിച്ച് അവളുടെ മാല അടിച്ചു മാറ്റിയിട്ട് ക്യാമറ മേടിച്ചൂടെ? ഇച്ചിരി വെടിപ്പായിട്ടൊക്കെ വരണം കേട്ടാ. അത് സെറ്റാക്കാം. ഒരു ബ്ലേഡ് മേടിച്ചോ, താടിയൊക്കെ കളയണം. ചപ്പോ, ഇപ്പൊ ആരെങ്കിലും കണ്ട ഉടനെ ഞാൻ ചെന്ന് അങ്ങോട്ട് മുട്ടാൻ ശ്രമിക്കും. എന്തേലും പാളിയാ നീയൊന്ന് വന്നിട്ട് തന്നേക്കണം. എനിക്കിപ്പൊ ഈ ക്യാമറ അത്ര വശമില്ല, മുത്തനായോണ്ട്. ഒരു മനുഷ്യനെ കാണാനല്ലോ. കാലത്ത് വന്നൊരു കള്ളമ്മ അവിടെ തൂങ്ങിയിട്ടുണ്ട്. അതിനകത്ത് വേണ്ട, അത് വേണ്ട. അത് പോട്ടെ, അതൊക്കെ പണി കൊടുക്കാം. പിള്ളേരെ മതി. ആടാ, ഹലോ, എൻ്റെ പേര് പാരി. ഞാൻ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളതാണ്. അപ്പൊ കണ്ടിട്ടില്ലേ, ഫേമസ് ആണ്. ഒരു ഫോട്ടോ എടുത്തോട്ടെ? കുഴപ്പമില്ല. അല്ല, സിനിമയിലൊക്കെ വരാം. ഇത്രയും നല്ല ബ്യൂട്ടിയാണ് കാണാൻ, നല്ല ഫോട്ടോ ഇല്ല, ജസ്റ്റ് ഒന്ന് എടുത്തു കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല, നമുക്ക് ഡിലീറ്റ് ചെയ്യാം. താല്പര്യമില്ല ഒരു പണി. എനിക്ക് വാട്സാപ്പ് നമ്പർ ഒന്നും, ഞാൻ എടുത്തത് അങ്ങനെ ഇട്ട് തരാം. താല്പര്യമില്ല. അല്ല, അതിന്റെ അല്ല, നാടൻ തനിമയുണ്ട്.
അത് പോണേ പോട്ടെ, ഇപ്പൊ വീഡിയോ എടുക്കണല്ലേ. ഇവിടെ നമ്പർ കിട്ടിയില്ലല്ലോ, വീഡിയോ കിട്ടിയിട്ട് എന്താ കാര്യം? അല്ല, നമ്പർ കിട്ടേണ്ട അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് അക്കൗണ്ട് ഇതിൽ ഇടാലോ, അക്കൗണ്ട് ഇടാലോ. ഈ വീഡിയോ എടുത്തിട്ട് പാട്ടൊക്കെ ഇട്ട് കൊടുക്കാം. അതെ, ഇതാണ്ടേ അടക്കല്ലേ പോരെ, കൽപ്പന്റെ കാന്താരി എന്നൊക്കെ പറഞ്ഞിടാം. എന്ത് ഫോട്ടോ എന്തിന്? ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വൈറലാക്കി കഴിഞ്ഞാലേ ആളുകൾ ഞങ്ങൾ വന്ന് തല്ലാനാ? നിങ്ങളൊന്നും അറിയുമല്ലോ. എന്ത് ഭ്രാന്താണ്? എന്താ ചേട്ടൻ ആവശ്യം? എന്താണ്? ഫോട്ടോ ഫോട്ടോ ഒക്കെ എടുക്കുക. ആദ്യം ഒരു 20 രൂപ കുറച്ച് ഡൈ മേടിച്ചൊക്കെ അടിക്കും മുഖത്ത്. ഇത് ആളുകൾ കാണണ്ടേ? ട്രെൻഡല്ലേ. ഒരു പണി ചേട്ടൻ അങ്ങോട്ട് ചെല്ലുമ്പേ അവിടെ ഒരു സ്റ്റുഡിയോ ഉണ്ട്, അവിടെ പോയിട്ട് എടുത്തോട്ടാ. ചെല്ലി. ചേട്ടാ എന്താണ് ചേട്ടാ, ഇത് ഫീൽഡ് വേറെയാണ് ചേട്ടാ. തൈക്കളവനായി ആ സത്യം മനസ്സിലാക്ക് പ്ലീസ്. നിങ്ങളിലേക്ക് എടുക്കണ്ടല്ലോ. ചെല്ലി 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 ചെല്ലി, ഇടപെടല്ലേ. നിങ്ങള് പശ്ചാത്തലത്തിന്റെ വരും കേട്ടാ. എന്തിന്? നിങ്ങളൊന്ന് വൈറലായിക്കോട്ടെന്ന് വെച്ചിട്ടാ. നീ പോയടാ പോയടാ, ഒട്ടാൻ നിക്കല്ലേ, ഒട്ടാൻ നിക്കല്ലേ, പോയടാ. റേഞ്ച് വരാനുണ്ടോ? നീ പരിസരത്ത് ഇനി കണ്ടാ നിന്റെ തലയാൻ തല്ലി പൊളിക്കും. പോടാ. ഹലോ, എന്റെ പേര് പാരി. ഞാൻ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറാണേ. ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. അപ്പൊ ഒരു ബുദ്ധിമുട്ടിൽ ഒരു ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചാൽ നമുക്ക് റീൽസ് ആക്കി ഇടാം. നമുക്കൊന്നും ഇങ്ങോട്ട് ഒതുക്കി എടുക്കാം. ഒന്നും പേടിക്കണ്ട, ഞങ്ങൾ ഇട്ട 2-3 റീൽസിൽ 3-4 പേർക്ക് പടം കിട്ടി. എന്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് അതിനെക്കാളും വൈറലാക്കാം. ഇവിടേക്കാ അല്ലേ? ബാഗ് മാറ്റിക്കോ, ബാഗ് ഇങ്ങോട്ട് ഞാൻ പിടിച്ചോളാം. അതിലെന്തെങ്കിലും ഉണ്ട് എടുത്തോട്ടോ. ചിരിച്ചാന്ന്. ഫേസും ഡ്രസ്സും ഒക്കെ ഓക്കെയല്ലേ? അടിപൊളിയാണ്, അടിപൊളിയാണ്. എടുക്കട്ടെ. ആദ്യം സിംഗിൾ നോർമൽ എടുക്കാം, നോർമൽ എടുക്കാം. നിന്നോട്ടാ. ചിരിക്ക, പതുക്കെ ചിരിക്ക. ഇച്ചിരി ഉയർ. ആ ഓക്കെ. 1 2 3 സ്റ്റാർട്ട്. ഇതുണ്ടല്ലോ, ഈ മുടിയൊന്ന് ഇങ്ങനെ ഇട്ടുന്ന കുഴപ്പമില്ല. ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഓക്കെയാണോടാ? ഓക്കെയാണോ? അങ്ങനെ തന്നെ അനങ്ങാതെ നോട്ടാ. എടുത്തു എടുത്തു. രണ്ടുമൂന്ന് കൊടുത്തു. ഇനി ഇപ്പുറത്തോട്ട് നമ്മൾ ഇങ്ങനെ ടൈറ്റാനിക്കിൽ ഇങ്ങനെ നിൽക്കില്ല. പുറകിലിങ്ങനെ ആളുണ്ടെന്ന് ഓർത്താ മതി കേട്ടോ. ഇങ്ങനെ അനങ്ങല്ലേ, പുറകിലിങ്ങനെ ആളുണ്ടെന്ന് ഓർക്കണം. ആ ഒരു മൂഡിൽ നിന്നോട്ടാ. വൈറലാവുമല്ലോ ചേട്ടാ. പിന്നെ വൈറലാവില്ലേ? എടുത്തെടുത്ത. ഓക്കെ, അനക്കണ്ട. ചിരിക്ക ഇങ്ങനെ ചെയ്യും. പിന്നെ ഇങ്ങനെ ചാടി പൊങ്ങാൻ പറ്റും. ദമയന്തി എടുക്കാം. അത് ഇങ്ങനെ അപ്പൊ ആ ഒരു ഹൈറ്റിൽ നമ്മളവിടെ അപ്പൊ തന്നെ ഇതാക്കാം. ചാടാൻ പറ്റുമോ? നോക്കാം. ചാടിക്കോ. 1 2 3 സ്റ്റാർട്ട്. ഇനി നമുക്കേ ഇവിടെ ഇരിക്കണോണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല. ഇരിക്കും, ഞാൻ കാണിച്ചു തരാം. വൈറലാവുമല്ലോ, അതുകൊണ്ട് ഇരിക്കാൻ. വൈറലായില്ലെങ്കിൽ ഞാൻ വൈറലാക്കും. അവിടെ ഇരുന്നു. ഗംഭീരം. മതിയാ? കാട്ടിങ്ങനെ ഇങ്ങനെ അനക്കരുത്. എന്താ അനങ്ങല്ലേ? മത്സ്യം പോലെ. Ready? Start. Fly. Up. Okay. ഇനി നമുക്കേ എഴുന്നേറ്റ് നമുക്കേ സന്ധ്യയുടെ ഇവിടെ ഒരു ലൈറ്റ് കുറവുണ്ട്. ഒന്ന് അങ്ങോട്ട് നീങ്ങിന്നാലോ? അവിടെ എടുക്കാം. അത് ഗംഭീര ലുക്കാട്ടാ. അല്ല ഐശ്വര്യം കോസ്റ്റ്യൂം അടിപൊളിയാണ്. ഇവിടെ ഞാൻ 2-3 എടുക്കാം. നേരത്തെ പരിചയം നല്ല കോസ്റ്റ്യൂം ഇല്ല, ഇത് സൂപ്പറാണ്. ഞാൻ കാണിച്ചു തരാം, എടുത്തതൊക്കെ കാണിച്ചു തരാം. എങ്ങനെയാണ് ഇങ്ങനെ ചിലപ്പോ ഫ്രെയിമിന്റെ പുറത്തു പോകും. അത് കൈ ഒതുക്കി പോയി മതിയോ? അങ്ങനെ അതെല്ലാരും ചെയ്യണതാണ്. ഒരിങ്ങനെ നാണോ ആണോ? അത് നോട്ടം അവിടെ ഇരിക്കണം. അടിക്കട്ടെ. ഞാൻ എടുത്തതൊക്കെ ഒന്ന് കണ്ടു നോക്കി.
കണ്ടോ സൂപ്പറായിട്ടുണ്ടല്ലോ കണ്ടോ ഇത് കൊള്ളാം. ആ ഇതല്ല എല്ലാം ഉണ്ട് ഒരുപാടുണ്ട് ഞാനേ എനിക്ക് നമ്പർ ഒന്ന് തന്നിട്ട് പോകണം അപ്പൊ ഞാൻ എടുത്തത് മുഴുവൻ അയച്ചു തരാം എന്നിട്ട് സ്വന്തം ഇഷ്ടമാകണത് ഒന്ന് മാർക്ക് ചെയ്ത് എനിക്ക് ഇട്ടാൽ മതി അത് നമുക്ക് റീൽസിൽ ഉപയോഗിക്കാം. അപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ക്രേസി പാരി അപ്പൊ അതിലൊന്ന് നോക്കിയാൽ മതി. നമ്പർ ഒന്ന് പറഞ്ഞേര് വേറെ ഫോൺ ഉണ്ടേ